വെൽക്കം ടു പെൻഡ. ഞാൻ സഞ്ജു, എൻ്റെ ഒപ്പം ഉള്ളത് മഞ്ജേഷ്. ഇ കോമേഴ്സ് കമ്പനിയായ ഷിപ്പ് റോക്കറ്റിന്റെ IPO പറ്റി പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇ കൊമേഴ്സ് കമ്പനിയാണ്. അവർ 2011 അത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പ്രധാനമായിട്ടും MSME കമ്പനികൾക്ക് അതുപോലെ D2C ബ്രാൻഡ്സ്, വലിയ റീറ്റെയിലേഴ്സിന് അവരുടെ പ്രോഡക്റ്റുകളൊക്കെ മാനേജ് ചെയ്യാനും അക്കൂട്ടത്തിൽ അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇവരാണ് IPO ആയിട്ട് ഇപ്പോൾ വരുന്നതാണ്. പ്രധാനമായിട്ടും ഒരു ടെക്നോളജി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ IPO ആയിട്ട് വരുന്നത്. IPO വരുന്നത് 12 തൊട്ട് 14 വരെയാണ്. ഏതാണ്ട് ആഗസ്റ്റ് 19 ലിസ്റ്റ് ചെയ്യുമെന്ന് കരുതപ്പെടുന്നത്. ഇതിന്റെ ഫേസ് വാല്യൂ വരുന്നത് 10, പ്രൈസ് ബാൻഡ് 92, 97. ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 154 വരും. OFS വഴിയാണ് വരുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പാരാമീറ്റേഴ്സ് മിക്കതും നെഗറ്റീവാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് -2.65 ആണ്, നെറ്റ് വർത്ത് -5.20 ആണ്, EPS -1.25 ആണ്, PE -77 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ വെച്ച് നോക്കുമ്പോൾ അത്ര സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഏതാണ്ട് 30 റുപ്പീസാണ്. അതായത് 92 രൂപ അല്ലെ 97 രൂപ വാല്യൂ പ്രൈസ് ബാൻഡുള്ള ഈ കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, അതായത് ഗ്രേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റ് അല്ല, പുറത്തുള്ള മാർക്കറ്റ്. ആ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് 30 രൂപ പ്രീമിയത്തോടു കൂടിയാണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമായിട്ട് ആലോചിച്ച ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ഡിസിഷൻ എടുക്കുക. ശരി, താങ്ക് യു.